ഹായ്, വെൽക്കം ടു ലിഷോറ. നിങ്ങൾ ഫിഗിൻ്റെ ഉൾഭാഗം കണ്ടിട്ടുണ്ടോ? ഫിഗ് ട്രീ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാ ഒന്ന് കണ്ടു നോക്കിക്കോ. ഇത് നമ്മുടെ വീട്ടിലുള്ള ഫിഗ് ട്രീ ആണ്. അതേൽ ഫിഗ് ഉണ്ടായിട്ടുണ്ട്. അത് കാണണ്ടേ? നോക്കിക്കേ, ചെറിയ നല്ല പച്ച കളറിൽ കായകളുണ്ടായിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇതെന്താകും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും വണ്ടർ ചെയ്തിട്ടുണ്ടോ? ഈ ഫിഗ് നമ്മൾ കടയിൽ മേടിക്കുന്നത് ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കൂടുതലും ആൾക്കാർ കണ്ടിരിക്കുക. ഇതെങ്ങനെ ഇത്ര ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട് ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് എങ്ങനെ കിട്ടി? അത് നമുക്ക് കണ്ടു നോക്കാം അല്ലേ? നോക്കാം, അത് വളർന്ന് വലുതാകാൻ തുടങ്ങി. ഇപ്പോൾ നോക്കിക്കേ, വലിയൊരു ഫ്രൂട്ടായിട്ടുണ്ടത്. അത് ഞങ്ങളൊരു വലയൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. ഇല്ലെങ്കിലുണ്ടല്ലോ ബേഡ്സ് വന്ന് കൊത്തിക്കൊണ്ട് പോകും. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ നെറ്റാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. നോക്കിക്കേ, എത്ര പെട്ടെന്നാണ് സമയം പോയത്. ഇത് ഫ്രൂട്ട് വലുതായി, നമുക്കത് പറിക്കാം. അത് പതുക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി, വലുതായി നല്ല പഴമായി വരുമ്പം നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? ഒന്ന് നോക്കിക്കേ, അതിൻ്റെ ചുറ്റും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കളറൊക്കെ മാറി പതുക്കെ അത് വിടർന്ന് വന്ന് ഇങ്ങനെ ആയിരിക്കാൻ തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് കട്ട് ആൻഡ് സീ. വാവ്, പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കണ്ടോ അതിൻ്റെ ആ കളറും ആ സ്ട്രക്ചറും? എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഇൻസൈഡ് കാണാൻ. ആ ടൈനി സ്ട്രക്ചേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതാണ് നമ്മൾ ആ ഡ്രൈ ഫിഗ് തിന്നുമ്പം ഈ ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ ഇൻസൈഡ് ഇങ്ങനെയായിരിക്കുന്നതെന്നല്ലേ. അമേസിങ്, സച്ച് എ ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് അല്ലേ. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഫ്രഷ് ഫ്രൂട്ട് ഇങ്ങനെ കാണുന്നത്. ഇതുവരെയും ഞാൻ ഡ്രൈ ഫ്രൂട്ട്സേ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ ചെടിയിൽ നിൽക്കുമ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇതൊന്ന് കാണാൻ. പക്ഷെ നല്ല ജ്യൂസിയും സോഫ്റ്റുമാണ്. നമുക്ക് ആ തൊണ്ടും എല്ലാം കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് ഈ ഡ്രൈഡ് ഫ്രൂട്ട്സും ഫ്രഷ് ഫിഗും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ദ ഡിഫറൻസ് ഈസ് ക്വയറ്റ് ഡ്രാമാറ്റിക്. സി, ദ ഇൻസൈഡ് ഈസ് മോർ ഡാർക്കർ, കോൺസെൻട്രേറ്റ് ഇൻ സ്ട്രക്ചർ ആൻഡ് ബ്രൗൺ ഇൻ കളർ അല്ലേ? പക്ഷെ മറ്റത് നല്ല ജ്യൂസിയും സോഫ്റ്റും. ഷോപ്പിൽ നിന്ന് നമുക്കിങ്ങനെ പാക്കറ്റിൽ കിട്ടും. വാട്ട് എ ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ആ കളർ ഡിഫറൻസും നേരിട്ട് കാണുമ്പോൾ ആരാണേലും മേടിച്ചു പോകും. നിങ്ങൾക്ക് ഫ്രഷ് ആണോ ഡ്രൈ ആണോ ഇഷ്ടം? കമൻറ്റ്